പറയുക, you go. നീ പോവുക. That is the commission given by God. ദൈവം കൊടുത്ത കൽപ്പന അതായിരുന്നു. We need to have the commission. നമുക്കും ഉള്ള കൽപ്പന തന്നിട്ടുണ്ട്. That is the great commission അതാണ് നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠമേറിയിരിക്കുന്ന given by the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു തന്നെ തന്നതാണ്. In the Gospel of Matthew, Gospel of Mark, Gospel of Luke, Gospel of John, and the book of Acts, he said, go. മത്തായിയുടെ വിശേഷം, മർക്കോസിന്റെ വിശേഷം, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലപ്രവൃത്തി ഇവിടെയൊക്കെ പറയുന്നത് നിങ്ങൾ പോവുക. In this great commission, we have to focus 5 things. ഈ വലിയ കൽപ്പനയിൽ നാം 5 കാര്യത്തിലേക്ക് ശ്രദ്ധയുള്ളവരായിരിക്കണം. Number 3, mode of commission. 3 നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയുടെ വിധം. Number 1, model of commission. ഒന്നാമത്തേത് തന്നിരിക്കുന്ന മാതൃക. That is John chapter 20 verse 21. യോഹന്നാന്റെ ദർശനം 20:21. There he said, the Father has sent me, so I am sending you. അവിടെ താൻ പറയുന്ന, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. As the Lord sent me, I am sending you into the world. കർത്താവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. That is the first one, model of the commission. നമുക്ക് തന്നിരിക്കുന്ന ആ കൽപ്പനയുടെ ഒന്നാമത്തെ മാതൃക അവിടെയാണ് നാം കാണുന്നത്. The Lord is sending us. കർത്താവ് നമ്മളെ അയക്കുന്നു. Father sent him. പിതാവ് തന്നെ അയച്ചു. Lord Jesus is sending us. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മളെ അയക്കുന്നു. This is the model. അതാണ് മാതൃക. Number 2, magnitude of commission. രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയുടെ വ്യാപ്തി. What is that? എന്തുവാണത്? Mark chapter 16. മർക്കോസിന്റെ ശേഷം 16-ാം അധ്യായം verse 15. 15-ാം വാക്യം. Go into all the world and preach gospel to all creatures. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും So that is സുവിശേഷം. the magnitude, that is the sphere the Lord has given unto us. ദൈവം നമ്മുടെ തന്നിരിക്കുന്ന കൽപ്പനയുടെ മേഖലകൾ അല്ലെങ്കിൽ വ്യാപ്തി അത്രമാത്രമാണ്. Go into all the world. ലോകത്തിൽ എമ്പാടും പോകുക. St. Thomas took that commission. He came to India. സെയിന്റ് തോമസ് ആ കൽപ്പന അനുസരിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. William Carey came to India. വില്യം കേറി ഇന്ത്യയിലേക്ക് വന്നു. Like that, many missionaries came from America. അതുപോലെ അനേക മിഷണറിമാർ അമേരിക്കയിലേക്ക് വന്നു. They preached the gospel in our India. അവരെ സുവിശേഷം ഇന്ത്യയിൽ അറിയിച്ചു. We got saved. അങ്ങനെ നമ്മൾ രക്ഷ. Now we are in America. നാം ഇന്ന് അമേരിക്കയിലായിരിക്കുന്നു. America is the place where 160 people groups are here. 160 പലതരത്തിലുള്ള ആൾക്കാർ വസിക്കുന്ന. If you reach America, you are reaching 160 people groups. നീ ഒരാൾ അമേരിക്കയിൽ വരുമ്പോൾ 160 തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്ന അവരുടെ മധ്യത്തിൽ വരുന്നു. USA is the mini world. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു ചെറിയൊരു ലോകമാണ്. So go to Jerusalem. ജെറുസലേമിലേക്ക് പോവുക. Judea. യഹൂദയിൽ പോവുക. Samaria. ശമരിയിൽ പോവുക. Ends of the world. ലോകത്തിന്റെ അറ്റത്തോളം. Jerusalem, that is our home. യെരുശലേം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഭവനത്തെ. Judea, our surroundings. ജുഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാട്. Samaria, our vicinity, that is our neighborhood. സമരിയ എന്ന് പറയുന്നത് നമ്മളുടെ അയൽ സ്ഥലങ്ങൾ. And uttermost parts of the world. അത് മാത്രമല്ല ലോകത്തിന്റെ അറ്റത്തോളം. Which is the toughest area? ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ സ്ഥലം ഏതാണ്? Is it Jerusalem or Samaria or Judea or uttermost part of the world? യെരുശലേം ആണോ അതോ ജുഡിയ ആണോ അതോ ശമരിയ ആണോ ലോകത്തിന്റെ ഏറ്റത്തോളമാണോ? Which is the toughest area? ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞത് ഏത് സ്ഥലമാണ്? Somebody said toughest area is the Jerusalem. പറഞ്ഞു യെരുശലേമാണ്. That is our home. അത് നമ്മളുടെ വീട്, ഭവനം. Meaning the wife, children, kith and kin, relatives, that is our home. നമ്മളുടെ ഭാര്യ, നമ്മളുടെ മക്കൾ, നമ്മളുടെ ബന്ധുമിത്രാദികൾ അവരെയൊക്കെ നേടുക, അതാണ് ഭവനം. Let's reach our home fast. ആദ്യം നമ്മളുടെ ഭവനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. So that is the sphere, magnitude. അങ്ങനെ അത്ര വിസ്തീർണമായിരിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. Third one, methodology of commission. മൂന്നാമത് നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയുടെ രീതി. What is that? Matthew 28 verse 19. മത്തായിയുടെ ശേഷം 28:19. You go and make
the disciples. നിങ്ങൾ പോയി ശിഷ്യന്മാരെ നിങ്ങൾ ഉണ്ടാക്കുക. Disciple all the people. എല്ലാവരെയും ശിഷ്യരാക്കി കൊള്ളുക. Baptize them. അവരെ സ്നാനപ്പെടുത്തുക. And teach them. അവരെ പഠിപ്പിക്കുക. This is the method. We have to disciple our people. ഈ ഇവരെ ശിഷ്യരാക്കി തീർക്കുക. ആ രീതിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Let me ask you one question. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. Don't mistake me, don't misunderstand me. എന്നെ തെറ്റിദ്ധരിക്കരുത്. Have you discipled at least one person in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആരെയെങ്കിലും ശിഷ്യത്വം ചെയ്തിട്ടുണ്ടോ? One brother said like this. ഒരു സഹോദരൻ ഇങ്ങനെ പറയുണ്ടായി. Every believer should have one Paul. എല്ലാ വിശ്വാസികൾക്കും ജീവിതത്തിൽ ഒരു പൗലോസ് ഉണ്ടായിരിക്കണം. To learn something from. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ. Every believer should have one Timothy. അതുപോലെ ഓരോ വിശ്വാസിക്കും ഒരു തീമോഥെയോസ് ഉണ്ടായിരിക്കണം. To disciple. കാരണം അവരെ ശിഷ്യത്വം ആക്കിക്കൊണ്ടിരുന്നത്. Let me ask, do you have Paul in your life? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പൗലോസ്മാർ ആരെങ്കിലും ഉണ്ടോ? Are you learning something from any elderly person? നിങ്ങൾ ആരെങ്കിലും പ്രായമുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? Who is your Paul? ആരാണ് നിങ്ങളുടെ ജീവിതത്തിലെ പൗലോസ്? To be discipled. നിങ്ങളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാനായി. Do you have Timothy? നിങ്ങൾക്ക് ആർക്കെങ്കിലും തീമോഥെയോസ് ഉണ്ടോ? To disciple. നിങ്ങളെ ശിഷ്യരാക്കുന്നതിന് വേണ്ടി. That is the methodology of commission. You go, teach and baptize and disciple the people. ആ ഒരു രീതിയാണ് നമുക്ക് ഈ കൽപ്പനയിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ പോയി സുവിശേഷം അറിയിച്ച് അവരെ ഉപദേശിച്ച് പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കുക. Jesus discipled 12 apostles. യേശു ക്രിസ്തു 12 പേരെ ശിഷ്യന്മാരാക്കി. Paul discipled many young men. പൗലോസ് അനേകരെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവന്നു. What about me? What about you? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു? Did we disciple at least one person? ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശിഷ്യത്വരാക്കി? Take this challenge. Oh God, today onwards, I take one person as my Paul. I take one person as Timothy. Whatever I learn from Paul, I obey. These things I will teach my younger generation in my church, in my vicinity. I take 1, 2, 3, 4 young men. I want to disciple them. That is what God wants from us. ഈ വെല്ലുവിളി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുമോ? ഞാൻ ഇത് മുതൽ ആരെങ്കിലും ഒരാളെ എൻ്റെ ജീവിതത്തിലെ പൗലോസായി പരിഗണിക്കും. അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഞാൻ ഒരു ശിഷ്യനെ അത് കാര്യങ്ങൾ പരമേൽപ്പിച്ചു കൊടുക്കും. 1, 2, 3 പേരെ എൻ്റെ ശിഷ്യന്മാരാക്കി തീർക്കും എന്ന ഒരു തീരുമാനം എടുക്കൊരു കഴിയും. The methodology of commission. ഈ കൽപ്പനയുടെ രീതി എന്ന് പറയുന്നത് ഇതാണ്. Number 4. നാലാമത്തേത് Message of commission. കൽപ്പനയുടെ സന്ദേശം. What should be the message? സന്ദേശം എന്താണ്? What should be the message? എന്താണ് സന്ദേശം? Luke 24. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 47. 47-ാം വാക്യം. 24:47. 24-ന്റെ Here 47. 2 words are mentioned by the Lord. ഇവിടെ കർത്താവ് 2 വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. The 2 words are repentance and forgiveness of sins. പാപക്ഷമയും അനുതാപവും പാപക്ഷമയും. Repentance and forgiveness of sins. അനുതാപവും പാപക്ഷമയും. These 2 things to be preached wherever we go. നാം എവിടെ പോയാലും ഈ 2 കാര്യങ്ങളും പ്രസംഗിക്കണം. Repentance, that is repentance of sins. അനുതാപം അതായത് പാപത്തെ കുറിച്ചുള്ള അനുതാപം. This is very, very important in our teaching. നമ്മളുടെ പഠിപ്പിക്കലിൽ പ്രധാനപ്പെട്ട In our preaching. നമ്മളുടെ പ്രസംഗത്തിൽ. Not miracles. അത്ഭുതം കാണിക്കുന്നതല്ല. Not this and that. അതും ഇതും പറയുന്നതല്ല. You may say all these things. നിങ്ങൾ ഇങ്ങനെയൊക്കെ അനേക But the most കാര്യങ്ങൾ. important thing is repent of your sins. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പാപത്തെ കുറിച്ച് അനുതപിക്കുക. And experience forgiveness of sins through the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപക്ഷമ അന്വർത്ഥമാക്കുക. That is the true gospel. അത് സുവിശേഷം മുഖാന്തരമായി. What is that gospel? സുവിശേഷം എന്താണ്? God, Lord, came into this world as man, that is the Lord Jesus Christ. He died for us, He buried for us, He rose again from the dead. ദൈവമായിരുന്നവൻ മനുഷ്യവേഷം ധരിച്ച കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. അവന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. That is the gospel to be preached.
preach so that people may experience repentance and forgiveness of sins. മറ്റുള്ളവർ പാപത്തെക്കുറിച്ചുള്ള അനുതാപവും പാപക്ഷമയും ലഭിക്കുന്നതിന് വേണ്ടി അറിയിക്കേണ്ട സുവിശേഷം എന്ന് പറയുന്നത് ഇതാണ്. This is the most important job on this globe. ഈ ഭൂമിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് Taking the message to the people. ഈ സന്ദേശം മറ്റുള്ള ജനത്തോട് അറിയിക്കുക. To the Christless people. ക്രിസ്തു ഇല്ലാത്ത ജനത്തോട്. Those who are going to Christless eternity, that is hell. ക്രിസ്തു ഇല്ലാത്ത നിത്യതയിലേക്ക്, അതായത് നരകത്തിലേക്ക് പോകുന്നവരോട്. Now last one. അവസാനത്തെ means of commission. നമുക്ക് ഈ കൽപ്പന തന്നിരിക്കുന്ന മാധ്യമം Acts 1:8. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. Acts 1:8. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 8. When the Holy Ghost come upon you, you shall have power, and you shall be witnesses to Jerusalem, Judea, Samaria, and uttermost parts of the world. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും means of the commission. നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനയുടെ മാധ്യമം അതാണ്. We are not powerless. നാം ശക്തിയില്ലാത്തവരല്ല. We have full power. നമുക്ക് പൂർണ്ണ ശക്തിയുണ്ട്. Through the Holy Ghost. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം. He said, you shall be empowered by the Holy Ghost. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. When the Holy Spirit comes upon you, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ you shall have power. നിങ്ങൾക്ക് ശക്തി പ്രാപിക്കും. You shall be witnesses. നിങ്ങൾ എന്റെ സാക്ഷികളാകും. So we have Holy Ghost in our hearts. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. But what we need is we must be filled with the Holy Ghost. നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം എന്നുള്ളതാണ്. By confessing our sins. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്. By renunciating our sins. നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിനാൽ. By praying more. കൂടുതൽ പ്രാർത്ഥിക്കുന്നതിനാൽ. By submitting ourselves to the power of God. ദൈവിക ശക്തിക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതിനാൽ. These four are important secrets to be filled by the power of Holy Spirit in our life. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട 4 രഹസ്യങ്ങൾ ഇതാണ്. Great people of God, they serve the Lord not with their ability, but with the power given by God through Holy Spirit. അനേക ദേവദാസന്മാർ ദൈവത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ നിർവഹിച്ചത് അവരുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മുഖാന്തരം ലഭിച്ച ശക്തി കൊണ്ട്. In the commission we have seen 5 things. ഈ കൽപ്പനയിൽ നാം 5 കാര്യങ്ങളുണ്ട്. Number 1. ഒന്ന്, model of commission. നമുക്ക് തന്നിരിക്കുന്ന മാതൃക. Number 2. 2, magnitude of commission. നമ്മളുടെ ആ കൽപ്പനയുടെ വ്യാപ്തി. Number 3. 3, methodology of commission. അത് തന്നിരിക്കുന്ന രീതി. Number 4. 4, message of commission. കൽപ്പനയുടെ സന്ദേശം. Number 5. 5, means of commission. സന്ദേശം തന്നിരിക്കുന്ന മാധ്യമം. Let's close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's look unto the Lord. നമുക്ക് കർത്താവിലേക്ക് നോക്കാം. Let's say unto the Lord, നമുക്കിങ്ങനെ ദൈവത്തോട് God, കർത്താവേ, I am powerless, കർത്താവേ, എനിക്ക് യാതൊരു ശക്തിയില്ലാത്തവനാണ്. but you are with me. എന്നാൽ നീ എന്നോട് കൂടി ഉണ്ടല്ലോ. You are in me. നീ എന്നിലുണ്ട്. You are upon me. നീ എന്റെ പേരുണ്ട്. Holy Ghost, you are the person. ദൈവത്തിന്റെ പരിശുദ്ധാത്മേ, നീയാണ് ആ വ്യക്തി. One in Godhead. ദൈവത്വത്തിൽ ഒരുവൻ. You are with me. നീ എന്നോട് കൂടെയുണ്ട്. You are in me. നീ എന്നിലുണ്ട്. You are upon me. നീ എന്റെ മേലുണ്ട്. Fill me, Lord. എന്നെ നിറയ്ക്കണമേ. Fill me with the power of Holy Ghost. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. Now I confess my sins. ഞാൻ എന്റെ പാപങ്ങളെ നിന്നോട് ഏറ്റുപറയുന്നു. I renunciate all my weaknesses. എന്റെ എല്ലാ ബലഹീനതകളെയും ഞാൻ നിരാകരിക്കുന്നു. ഞാൻ വിട്ടുകളയുന്നു. I spend more time in prayer. ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാം. I submit 100% to the lordship of you, Lord. 100% നിന്റെ കർത്തൃത്വത്തിന് എന്നെ തന്നെ ഞാൻ വിധേയനാക്കുന്നു. Use me, Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവേ, എന്നെ നീ ഉപയോഗിക്കുക. Let's have this prayer in our hearts. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. Let's have the experience of GPS. ഈ GPS-ന്റെ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. Good preparation for service of God. ദൈവ സേവനത്തിന് വേണ്ടിയുള്ള ശരിയായിരിക്കുന്ന ഒരുക്കം. Without GPS, your travel will be dangerous. ഈ GPS നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മളുടെ യാത്ര അപകടകരമായിരിക്കും. You shall end somewhere, nowhere. You need to have proper destination. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഉദ്ദിഷ്ട സ്ഥാനം
ഉണ്ടായിരിക്കണം. We have seen 7 important steps for good preparation for God's work. ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള നല്ല ഒരുക്കത്തിന്റെ 7 പടികളെ കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. Having learnt all these things, if you disobey, and we shall be accountable to God. ഈ കാര്യങ്ങളൊക്കെ നാം പഠിച്ചതിന് ശേഷം ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നാം അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. The Lord has some purpose towards you. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. Many Indians did not get this opportunity to come to US and to live in US. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇതിലൂടെ കടന്നു വരുന്ന നിങ്ങൾ ജീവിക്കുവാനായിട്ട് ഇതുവരെ അവസരം വന്നിട്ടില്ലായിട്ടുണ്ടെങ്കിൽ there are 600 crores in India, but only 50 or 25 lakhs people are in America. How blessed it is. 600 കോടിയിൽ അധികം ജനങ്ങൾ ഇന്ത്യയിൽ വസിക്കുന്നുവെങ്കിൽ അതിൽ ഒരു അംശം ജനം മാത്രമേ ഇന്ന് അമേരിക്കയിൽ വസിക്കുന്നുള്ളൂ. You are one among them. അതിൽ ഒരുവരാണ് നിങ്ങൾ. God with much desire and purpose brought to you to this United States of America. ഈ അമേരിക്കയിലേക്ക് വളരെ താല്പര്യത്തോടും ഉദ്ദേശത്തോടും കൂടെ ദൈവം നിങ്ങളെ കൊണ്ടുവന്നു. He has some hope in you. നിങ്ങളിൽ ചില പ്രത്യാശ തനിക്കുണ്ട്. Don't disappoint God. അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും മടുപ്പിക്കരുത്. Honor God. God will honor you. ദൈവത്തെ മാനിക്കുക, അവൻ നിങ്ങളെ മാനിക്കും. Do the work of God. God will do your work. ദൈവത്തിന്റെ വേല നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വേല അവൻ ചെയ്യും. The Lord's advent is very near. അവന്റെ വരവ് ഏറ്റവും സമീപമാണ്. He is coming soon. അവൻ ഏറ്റവും വേഗം കടന്നു വരും. Our labor in Christ is not in vain. നമ്മളുടെ ക്രിസ്തുവിനുള്ള വേല ഒരിക്കലും പ്രയോജനമില്ലാത്തതാകില്ല. For our labor we shall be awarded with crowns, prizes, praises and inheritance in heaven. നമ്മുടെ വേലയ്ക്ക് വേണ്ടി അവന് നന്നായി പ്രതിഫലം തരും, നമ്മെ പുകഴ്ത്തും. അത് മാത്രമല്ല നിത്യതയിൽ ചില ധനം ലഭിക്കും. Gracious Lord, our Heavenly Father, we thank you and we praise you for this time of meditation that you have graciously allowed in our life to look within our individual Christian life. Thank you for selecting us and making us your children. And as we have been reminded, that has been done with a specific purpose for us. Help us to surrender our life to you and to have an earnest desire to please you by serving you faithfully. Help us to look and see our weaknesses and confess them before you, and also renounce whatever weaknesses that we have, and help us to have a dedicated and rededicated and committed life for you, and to obey your commandment, the immutable commandment, the precious commandment that you have given to us. Go unto the uttermost part of the world and preach the gospel and make disciples. Thank you, Lord, for that servant you have sent into our midst. Thank you, Lord, the ministry that you are doing through him, not only in Andhra Pradesh, in other parts, other places also. Be with him abundantly and bless him. Thank you, Lord, for allowing us an opportunity to hear from him your precious word. As we disperse from here, from one to another, be with us and take us to our destination safely, and until your coming tarries, and keep all of us under your mighty wing. Thank you for hearing our prayers as we ask them in and through the precious name of Lord and Savior Jesus Christ. Amen.